ബിജുവേട്ടനായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ സംഗീത സംവിധായകനൊക്കെ ആകുന്നതിന് മുമ്പേ എനിക്ക് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു ബിജുവേട്ടനായിട്ട്. അതിനേക്കാൾ ഉപരി ഞാനും ബിജുവേട്ടനുമായിട്ട് സഹകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടൻ എന്നെ രവീന്ദ്ര മാഷ്ട പേരിലുള്ള ആ ട്രസ്റ്റിന് ഒരു പങ്കാളിയാകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ എന്നെയും കൂടി വിളിക്കുമ്പോഴാണ്. ബിജുവേട്ടൻ്റെ കരിയറിൽ ബിജുവേട്ടൻ്റെ ഗുരുനാഥനായി വന്ന ഒരാളാണ് രവീന്ദ്ര മാഷ്. അപ്പോൾ ആ മാഷോടുള്ള സ്നേഹം അത് പ്രകടിപ്പിച്ചത് കാലം ചരിത്രം ഓർത്ത് വയ്ക്കുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിക്കൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള ബിജുവേട്ടൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു? രതീഷ് വേഗ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് നമ്മുടെ രമേശ് നായർ, ലിറിസിസ്റ്റ് രമേശ് ചേട്ടനും കൂടി ചേർന്നിട്ടാണ്. അദ്ദേഹം പിന്നെ ഞങ്ങൾ 5 പേര്, അധികം പേരില്ല, ശോഭ ചേച്ചി ഉൾപ്പെടെ 5 പേരാണ് അതിനകത്തുള്ളത്. മാസ്റ്റർ ആഗ്രഹമായിരുന്നു ഒരു സ്കൂള്, മ്യൂസിക് സ്കൂൾ തുടങ്ങാമെന്നുള്ളത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ദൈവം നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹം. പക്ഷേ എങ്കിലും ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുള്ളതാണ് സത്യമാണ്. കാരണം ട്രസ്റ്റിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും സമയത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ടി തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല എങ്കിൽ പോലും ട്രസ്റ്റിൻ്റെ വലിയൊരു ഷോ 2 വർഷവും എറണാകുളത്ത് ഉണ്ടായി. ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് സഹകരിച്ചിട്ടുള്ള ദാസേട്ടനാണ് ശരിക്കും ഇനീഷ്യേറ്റീവ് എടുത്ത പ്രോഗ്രാം ചെയ്യുന്നത്. ബാക്കി എല്ലാ സിംഗേഴ്സും, ചിത്ര ചേച്ചി, സുജാത ചേച്ചി ഉൾപ്പെടെ എല്ലാ സിംഗേഴ്സും വന്നിട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു ട്രസ്റ്റിൻ്റെ പ്രോഗ്രാം എറണാകുളത്ത് നടക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും മാഷയുടെ ഫാൻസിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. ബിജു, ഈ വെങ്കലത്തെ പാട്ടിന് ശേഷം പിന്നണി ഗാനരംഗത്ത് ബിജു ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായി, ഒരു ഗായകൻ എന്ന പേരിൽ പേരെടുത്തു. ആൾക്കാർ ബിജുവിനെ അംഗീകരിച്ചു തുടങ്ങി. ഇപ്പോൾ ദാസേട്ടനാണേലും ജയേട്ടനാണേലും അവർക്കൊക്കെ ബിജുവിനെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. മാറ്റി നിർത്താൻ പറ്റാത്തൊരു ആ ഓർബിറ്റിലേക്ക് വന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ വന്നു. എനിക്കൊന്ന് മാന്ത്രികത്തിലൊരു പാട്ട് അല്ലേ, SP വെങ്കടേഷിനാണോ അല്ലേ? വെങ്കലം കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഏതാണ്ട് 1 വർഷം അധികം പാടിയിരുന്നില്ലെന്നാണ് സത്യം. പിന്നീട് കാരണം അതിനകത്തുള്ള സംബന്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അന്നും ഇന്നുമുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചാൻസ് ചോദിച്ച് പലരുടെയും അടുത്ത് പോകാനുള്ളൊരു മടിയും വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കണേ എന്നുള്ള അതൊരു സ്ഥായിയായിട്ടുള്ളൊരു ഭാവമാണ്. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് റോയ് പി തോമസ് എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു. അദ്ദേഹം ദൂരദർശനിൽ എൻ്റെ ഒരു പാട്ട് കേട്ടപ്പോൾ, കോളേജ് പഠിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോടും ഫ്രണ്ട്സിനോടും പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പയ്യന് ഒരു ചാൻസ് കൊടുക്കുന്നു. അപ്പോൾ അത് അദ്ദേഹം കുറേ കഴിഞ്ഞ് വെങ്കലം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് പാവം ഐ വാച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനും ജഗതി ചേട്ടനും കൂടി ചേർന്ന് അഭിനയിച്ചൊരു ഫിലിം എടുത്തു. ഒരു തമാശ ചിത്രം, ഒരു കോമഡി ഫിലിമായിരുന്നു. അപ്പോൾ അതിലദ്ദേഹം അങ്ങനെ ഓർത്ത് ചെയ്യുന്നവരൊക്കെ വളരെ റെയറാണ് ഇൻഡസ്ട്രിയിൽ. അദ്ദേഹം വിളിച്ചതിലൊരു പാട്ട് തരികയുണ്ടായി. അതൊരു കോമഡി സോങ് ആയിരുന്നു. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഫിലിമിൽ ആദ്യമായിട്ട് എൻ്റെ സ്ക്രീനിൽ എൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പാവം ഐ വാച്ചനിലൂടെയാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് അവസരങ്ങൾ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, സൂപ്പർമാൻ, ദില്ലിവാല, അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങോട്ട് പാടാൻ തുടങ്ങി. മാത്രമല്ല അന്നത്തെ ഏറ്റവും വലിയ സംബന്ധിച്ചാൽ SP വെങ്കടേഷ് സാറാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിലൊരു വർഷം 100 സിനിമ ഇറങ്ങിയാൽ 40-45 സിനിമകളും വെങ്കടേഷ് സാറായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ പാടാൻ തുടങ്ങി. കാരണം അത് ആദ്യമായിട്ട് പാടുന്നത് അനിയൻ ബാവ ചേട്ടൻ ബാവയിലാണ്. അപ്പോൾ അതിലെ പാട്ട് കേട്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു രാശി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഫിലിം കയറി ഹിറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പിന്നെ പറഞ്ഞാൽ എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. പാടുന്ന അടുത്ത പടം സൂപ്പർ ഹിറ്റ്, ആദ്യത്തെ കൺമണി, പിന്നെ എല്ലാം പുതുക്കോട്ടയിലെ, അങ്ങനെ പിന്നെ അങ്ങനെ വന്നാണ് മാന്ത്രികം എന്ന സിനിമ വരുന്നത്. ഈ മാന്ത്രികത്തിനെ സംബന്ധിച്ചാൽ മാന്ത്രികത്തിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് എനിക്കൊരു അമേരിക്കൻ ട്രിപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അതിനകത്ത് ചെറിയൊരു വിഷയം എന്താ വെച്ചാൽ കുറച്ച് പേര് ആദ്യം പോയി അമേരിക്കയിൽ. അപ്പം ഞാൻ പിന്നീടാണ് പോകുന്നത്. അപ്പം ഞാൻ ആ പോകുന്ന സമയത്ത് കോൺസുലേറ്റ് ചെന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ആദ്യം പോയപ്പോഴത്തേക്കും എന്തുകൊണ്ട് അവരുടെ ഒപ്പം പോയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിസ അങ്ങ് റിജക്റ്റ് ചെയ്തു ഫസ്റ്റ്. ആ റിജക്റ്റ് ചെയ്തെങ്കിലും എനിക്ക് പിന്നീടൊരു ഗുണം എന്താ വെച്ചാൽ ആ സമയത്ത് അത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാന്ത്രികത്തിൽ പാടാൻ പറ്റില്ലായിരുന്നു. പോവാത്തത് കൊണ്ട് മാന്ത്രികത്തിൽ കേളി വിപിനം എന്നുള്ളൊരു സൂപ്പർ ഹിറ്റ് സോങ് പാടാൻ. നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? കേളി വിപിനം വിജനം അജുബ മേലേ ഇരുളും ഗഗനം അജുബ
മണ്ണിൽ നിശതൻ നിറകലികകളോ അജുബ, കണ്ണിൽ കനവിൻ കതിർമലരുകളോ വിരിവൂ. അജുബ അജുബ, കേളി വിപിനം വിജനം, മേലേ ഇരുളും ഗഗനം.